ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന ക്രിക്കറ്റ് താരം അദ്ദേഹം നല്ലൊരു ക്രിക്കറ്റ് താരമാണ്. ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹം അടിച്ചുകൂട്ടിയ റൺസിനെയൊക്കെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചവരാണ്, അല്ലെങ്കിൽ കൈയടിച്ച് സ്വീകരിച്ചവരാണ് ഇന്ത്യക്കാരൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയറോട് നമുക്ക് എതിർപ്പില്ല രാജഗോപാൽ സാർ, അതൊന്നാമത്തെ കാര്യം. പക്ഷേ നമുക്ക് എതിർപ്പുള്ളത് ഇന്ത്യക്ക് എതിരായി ഇന്ത്യ വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്ന, തീവ്രവാദത്തിന് അനുകൂലമായി സംസാരിക്കുന്ന പാകിസ്ഥാൻ പൗരൻ എന്നുള്ള രീതിയിൽ അഫ്രീദിയോട് നമുക്ക് എതിർപ്പുണ്ട്. ഇത് രണ്ടാമത്തെ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഷാഹിദ് അഫ്രീദിക്ക് ദുബായിൽ ഒരു അംഗീകാരം നൽകിയ, അനുമോദിച്ച, അദ്ദേഹത്തെ ഒരു അതിഥിയായി ക്ഷണിച്ചിരിക്കുന്ന മലയാളികൾ എന്ന് പറയുന്നത് വിവരവും ബോധവും ഇല്ലാത്തവരാണെന്ന് നമ്മൾ ആരും ഒരിക്കലും കരുതുന്നില്ല. കുസാറ്റ് പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് പഠിച്ച് ജോലി നേടി പുറത്തു പോയി അവരവിടെ അവരുടെ ഒരു റീയൂണിയൻ എന്ന് വെച്ചാൽ അവര് സുഹൃത്തുക്കൾ ഒന്നിച്ച് പഠിച്ചവർ തമ്മിലുള്ള റീയൂണിയൻ നടത്തുന്നു. ബോധവും വിവരവുമുള്ള സമകാലിക ഇന്ത്യയിൽ ലോകത്ത് എന്ത് നടക്കുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ്. മനഃപൂർവ്വം നമ്മുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരുടെ ഒരു അജണ്ട നടപ്പിലാക്കാൻ പാകിസ്ഥാൻ അനുകൂലമായി ഇന്ത്യയുടെ ചില നടപടികൾക്ക് വിരുദ്ധമാണ് ഞങ്ങളുടെ, അതായത് രാജ്യത്ത് തന്നെയുള്ള ഞങ്ങളുടെ തീരുമാനം എന്നറിയാൻ മറ്റൊരു രാജ്യത്ത് സംഘടിപ്പിച്ച ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയായി ഇതിനെ കാണാൻ നമുക്ക് സാധിക്കില്ല. ശരിയാണ്, ഇത് സൂചിപ്പിച്ചത് വളരെ കറക്റ്റ് ആണ്. കുസാറ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് അതിന് പറയുന്നത്. അത് കേരളത്തിലെ ഒരു സർവകലാശാലയാണ്. കൊച്ചിയിലാണ് അതിന്റെ പ്രധാന ക്യാമ്പസ് ഉള്ളത്. അതേപോലെ തന്നെ അതിന് കുട്ടനാട്ടില് വേറെ ഒരു ക്യാമ്പസും ഉണ്ട്. കുട്ടനാട് ക്യാമ്പസിൽ പൊതുവെ ഈ നോർത്ത് ഇന്ത്യൻ കുട്ടികളാണ് പഠിക്കുന്നത്. ഒരു വെള്ള കെട്ടുള്ള പ്രദേശത്താണുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ കുറവുള്ള സ്ഥലവുമാണ്. പക്ഷെ നല്ല അധ്യാപകരും നല്ല ശിക്ഷണവും കിട്ടുന്ന സ്ഥാപനമാണ്. കൊച്ചി ക്യാമ്പസ് അങ്ങനെയല്ല. കൊച്ചി വളരെ മനോഹരമായ ക്യാമ്പസാണ്. വളരെ അക്കാഡമിക് ലെവലിലൊക്കെ വളരെ ഉയർന്ന ക്യാമ്പസാണ്. അങ്ങനെയുള്ള ഒരു ക്യാമ്പസിൽ പഠിച്ചിറങ്ങുന്ന, ബിടെക്കോ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് ലോകവിവരമില്ല. ഞങ്ങൾ ആരും പത്രം വായിക്കുന്നില്ല, ചാനൽ കാണുന്നില്ല, ലോകത്ത് നടക്കുന്നതൊന്നും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആര് വിശ്വസിക്കും? അതൊക്കെ മനുഷ്യരെ വിഡ്ഢിയാക്കാൻ പറ്റുമോ? അതേ അല്ലെങ്കിൽ ആളുകളൊക്കെ കേൾക്കുന്നവരൊക്കെ വെറും മണ്ടന്മാരാണെന്നാണ് ഇവരുടെയൊക്കെ ധാരണ. ഇവരെന്താ അവിടെ കാണിച്ചു കൂട്ടിയത്? കഴിഞ്ഞ ദിവസം ദുബായിൽ എന്താണ് ഇവർ കാണിച്ചു കൂട്ടിയത്? നമ്മൾ ക്രിക്കറ്റ് താരങ്ങളെ ആരാധിക്കുന്നുണ്ട്. അവർക്ക് അവിടെ വലിയ ആരാധനയൊക്കെ ഉള്ള സ്ഥലമൊക്കെ തന്നെയാണ്. കാരണം ഇതൊരു മധ്യവർഗത്തിന്റെയോ അതിന്റെ മുകളിലുള്ള ആളുകളുടെയൊക്കെ ഒരു കളിയാണല്ലോ. വലിയ പണം വെച്ചുള്ള കളിയുമാണ്. വലിയ കോടിക്കണക്കിന് രൂപ മറിയുന്ന കളിയുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ താല്പര്യമുള്ളതാണ്. നമ്മുടെ കുട്ടികളൊക്കെ തന്നെ കണ്ടില്ലേ, ബൂസ്റ്റ് കഴിച്ചിട്ടാണ് സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആകാമെന്നൊക്കെയുള്ള പരസ്യങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്ത് പോലും വലിയ പ്രചാരമുള്ള, അതിനെയൊക്കെ പോപ്പുലറാക്കിയ ഒരു ഗെയിം തന്നെയാണ് ക്രിക്കറ്റ്. നമുക്കൊക്കെ ആരാധനയുണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ ഒരു താരമാണ് അഫ്രീദി. പാകിസ്ഥാന്റെ അഫ്രീദിയെയും എല്ലാവർക്കും ഇവിടെ ധാരാളം ആരാധകർ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ എന്ന് കരുതിയിട്ട് യുദ്ധസമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ പൊരുതുന്ന സമയത്ത് പാകിസ്ഥാൻ അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കുകയും പ്രകടനം നടത്തുകയും സോഷ്യൽ മീഡിയയിലും പരസ്യ പ്രസ്താവനയും ഒക്കെ നടത്തി. പ്രത്യേകിച്ച് പഹൽഗാമിൽ സംഭവിച്ചത് ഇന്ത്യ ഗവൺമെന്റിന്റെ പിഴവാണെന്നാണ് ഇയാൾ പറഞ്ഞത്. ആലോചിച്ച് നോക്കി, എന്ത് ഗുരുതരമായ ഒരു ഉത്തരവാദിത്തമില്ലാത്ത, വളരെ നമ്മൾ പറഞ്ഞില്ലേ മറ്റേ ഈ ഇന്ത്യ മഹാരാജ്യത്താണെങ്കിൽ അന്ന് തന്നെ പിടിച്ച് അകത്താക്കേണ്ട പ്രസ്താവനയാണ് ഇയാൾ നടത്തിക്കളഞ്ഞത്. അങ്ങനെ ഒരാളിന്റെ പുറകിനാണ് നമ്മുടെ മലയാളികൾ പോയിരിക്കുന്നത്. കുസാറ്റിലെ അവിടുന്ന് ഡിഗ്രി എടുത്ത ശേഷം മറ്റേ ദുബായിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ജോലി സമ്പാദിച്ചവരാണ്. അവരുടെ ഒരു യൂണിയനാണ് അവിടെ നടന്നിരിക്കുന്നത്. അത് നടന്നിരിക്കുന്ന സ്ഥലത്തിന്റെ പേരും നോക്കി, അതും പാകിസ്ഥാന്റെ ഒരു സ്ഥലമാണ്, പാകിസ്ഥാന്റെ ഹോട്ടലാണ്. അവരുടെ ഒരു ഹൗസിലാണ് ഇതിന്റെ സ്വീകരണം നടക്കുന്നത്. ഇവരിപ്പോഴെന്താ പറയുന്നത്? അവിടെ എന്തോ പരിപാടി നടന്നു, അതിന്റെ അടുത്തെങ്ങാണ്ട് അഫ്രീദി വന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ വെറുതെ പോയി വിളിച്ചപ്പോഴത്തേക്ക് അഫ്രീദി ഓടി കയറി വന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്. കേട്ട് കഴിഞ്ഞാല് ഈ പറഞ്ഞില്ലയോ, തലയ്ക്കകത്ത് യാതൊരു വിവരമില്ലാത്ത ആളുകളോട് പറയുന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അത് തന്നെയല്ല, അവരുടെ നിലപാടിൽ തന്നെ നമുക്ക് ഒന്നുകൂടെ സംശയം തോന്നാവുന്ന ഒരു കാര്യമുണ്ട്. അവര് പറഞ്ഞത് പാകിസ്ഥാൻ എന്നൊരു വാക്ക്, അവരുടെ രണ്ടാമത് വന്ന സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചില്ലേ? പാകിസ്ഥാൻ എന്നൊരു വാക്ക് അവർ അതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ഇന്ത്യയും അയൽ രാജ്യവും തമ്മിലുള്ള പ്രശ്നത്തിൽ നിന്നാണ്.
പണ്ട് ബുദ്ധിമാനായ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ചൈന യുദ്ധകാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ചൈനയെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ലായിരുന്നല്ലോ, അന്ന് അദ്ദേഹം ബുദ്ധിപരമായ ഒരു പ്രയോഗം നടത്തി കളഞ്ഞു. ഈ തർക്ക സ്ഥലത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടേതെന്നും ചൈനയുടേതെന്നും പറയുന്ന പ്രദേശങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിബുദ്ധി കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്റലക്ച്വൽ ലെവലിലൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പിന്നെ നമ്മൾ അതൊക്കെ ആസ്വദിക്കുകയും ചെയ്തത്. ഇവിടെ അതല്ല കാണിച്ചിരിക്കുന്നത്. ഇവിടെ പാകിസ്ഥാൻ എന്നുള്ള വാക്ക് പറയാൻ പോലും ഇവർക്ക് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ വിശദീകരണം നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല, ഒരു കാരണവശാലും അംഗീകരിക്കേണ്ട കാര്യമില്ല. നാട്ടിന് വെളിയിൽ പോയി ജോലി സമ്പാദിക്കുന്നു, ഇവിടെ പഠിച്ച് നമ്മുടെ അരിയും ആഹാരവും വെള്ളവും ഒക്കെ കുടിച്ച ശേഷം മറ്റൊരു നാട്ടിൽ ചെന്നിട്ട് ഈ മാതിരി തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കളിക്കാരൻ, അവൻ ആരെങ്കിലും ആയിക്കോട്ടെ, അയാൾ എത്ര വലിയ കളിക്കാരനൊക്കെ ആയിക്കോട്ടെ, നമ്മൾ അതിനെ ഒന്നും അംഗീകരിച്ചു കൊടുക്കരുത്. പാകിസ്ഥാൻ ഇതിനെക്കാട്ടി നല്ല കളിക്കാരുണ്ടല്ലോ. പാകിസ്ഥാനിൽ നമുക്ക് പറയാം, അങ്ങനെ എടുത്തു പറയുകയാണ് ഇമ്രാൻഖാനെ എടുക്കുക. അദ്ദേഹം 4 വർഷം പാകിസ്ഥാൻ ഭരിച്ചതല്ലേ, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണല്ലോ. പാകിസ്ഥാൻ ലോക ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ബൗളർമാരിൽ ഒരാളായിരുന്നു ഇമ്രാൻഖാൻ. ഇമ്രാൻഖാനോട് നമുക്ക് ആരാധന തോന്നിയിട്ടുണ്ട്, ഒരുപാട് ആരാധന. ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ധാരാളം ആളുകൾക്ക് ആരാധന തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഹൈറ്റും അദ്ദേഹത്തിന്റെ ഒരു രൂപവും, ഇപ്പോഴത്തെ കാണുന്ന പോലെയല്ല രൂപവും, അത് പന്തെറിയുന്നതിന്റെ ഒരു പ്രത്യേകതയും ഒക്കെ അങ്ങനെ വെച്ച് വലിയ ആരാധന ഉണ്ടാക്കിയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഭരണത്തിലെത്തിയ ശേഷം അദ്ദേഹം അങ്ങനെയുള്ള ഒരു നിലപാടുകളും എടുത്തിട്ടില്ല. ഒരിക്കലും ഒരു അയൽ രാജ്യത്തോട് അങ്ങനെ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്ന ഒരു രീതി ഒരിക്കലും ഇമ്രാൻ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ ആരാധന കൂടി വരുന്നത്, ആരാധന മൂത്ത് വരുന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതൊന്നും കുഴപ്പമുള്ള കാര്യങ്ങളല്ല. ഈ പറഞ്ഞതുപോലെ വെസ്റ്റ് ഇൻഡീസിന്റെ ഇതിനകത്തിലൊക്കെ വേറെ കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സിനിമാ നടി അറിയാമല്ലോ, വെസ്റ്റ് ഇൻഡീസിന്റെ റിച്ചാർഡ്സിനോടുള്ള ആരാധന കയറി അവർക്ക് ആ ബന്ധത്തിൽ ഒരു കുട്ടിയൊക്കെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ, പത്ര റിപ്പോർട്ടുകൾ കാണുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അന്ധമായ ആരാധനകളും കാര്യങ്ങളും ഒക്കെ പണ്ടുകൊണ്ടായിരുന്നു ഇക്കാര്യത്തിൽ. ഇവിടെ അങ്ങനല്ല, ഇവിടെ ബോധപൂർവമാണ്, വളരെ ബോധപൂർവം തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അതിനകത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഒരുപാട് പരാതികൾ ഇവർക്കെതിരെ വന്നിട്ടുണ്ട്. ഗവൺമെന്റ് അന്വേഷിക്കണം, കർശനമായ നടപടിയെടുക്കണം, വളരെ കർശനമായ നടപടിയെടുക്കണം. ഇവിടെ പാസ്പോർട്ട് റദ്ദാക്കുന്ന അടക്കമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യണം. ഒരു മലയാളി എന്നുള്ളതിൽ പറയാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനകത്ത് ഇച്ചിരി കൂടുതലാണെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് അക്കാര്യത്തിൽ അതാണ് അഭിപ്രായമുള്ളത്. കാരണം ഇത് ചെറിയ കുട്ടികളല്ല, വിവരമില്ലാത്ത ആളുകളല്ല ഇത് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കർശനമായ നടപടി ഇവിടെ കാര്യത്തിൽ ഉണ്ടാകണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിലും വിദേശത്തും മലയാളികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതിരി തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന, തീവ്രവാദ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നുള്ള പേര് ദോഷം നമുക്കുണ്ടാകും. അതായിരിക്കും അവസാനം സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായും ഈ രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്ന ചില ന്യായീകരണങ്ങൾ രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ, അവർ മറ്റൊരു പരിപാടിക്ക് എത്തുന്നു, അഫ്രീദി വേറെ ഒരു പരിപാടിക്കാണ് എത്തിയത്, കണ്ടപ്പോൾ ഒന്ന് ക്ഷണിച്ചു, അപ്പോൾ തന്നെ അഫ്രീദി വേദിയിലേക്ക് കയറി വന്നു. ഇതൊക്കെ ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. മാത്രമല്ല അവർ പാകിസ്ഥാനെ അഡ്രസ് ചെയ്യാതെ അയൽരാജ്യം എന്ന് വിശേഷിപ്പിച്ചതിലൂടെയും ഒക്കെ എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മലയാളി അസോസിയേഷനിൽ ഉണ്ടായിരുന്നവരുടെ ഒരു അജണ്ട എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ നമുക്കിവിടെ അത് കൂടുതൽ ചർച്ചയാവുന്നത് അത് മലയാളികളായി എന്നുള്ളത് കൊണ്ടാണ്. നമുക്കും അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.